ഇറാഖിലെ സർക്കാരിനെ സംബന്ധിച്ചും അവർക്ക് അമേരിക്കയിൽ നിന്ന് നിരവധി സഹായം ലഭിക്കുന്നുണ്ട്, പ്രതിരോധ സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ വളർത്തുന്നത് ഇറാനാണ് എന്ന് ഇറാഖിന് നന്നായിട്ട് അറിയാം. എങ്കിലും നിലവിൽ അവർ അവിടെ സ്വതന്ത്രമായി തന്നെ പല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ജീവിച്ചു വരികയായിരുന്നു. ഏതായാലും ഇനി ഈ പരിപാടിക്കില്ല എന്നാണ് ഇറാഖിലെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ ഒപ്പം നിന്നാൽ തങ്ങൾക്ക് ആപത്താണ് എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ പലരും മാധ്യമങ്ങളോട് സംസാരിച്ചത് തന്നെ മുഖംമൂടി മറ്റും ധരിച്ചുകൊണ്ടാണ്. അവർ പറയുന്നത്, ഞങ്ങൾ ഇനി തീവ്രവാദ പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ ട്രംപിൻ്റെ സൈന്യം, അതായത് യുദ്ധവിമാനങ്ങൾ, തങ്ങളെ കൃത്യമായി വളഞ്ഞിട്ട് പിടിച്ച് ആക്രമിച്ച് കൊല്ലും എന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇറാനെ ഞങ്ങൾ അനുസരിക്കില്ല എന്നാണ്. ഇറാനോടല്ല ഞങ്ങൾക്ക് പ്രതിബദ്ധതയുള്ളത്, ഞങ്ങളുടെ രാജ്യത്തെ ഭരണകൂടത്തോടും ഇവിടുത്തെ സൈന്യത്തോടുമൊക്കെയാണ്. അതുകൊണ്ട് ഇത്രയും നാൾ ചെയ്ത അബദ്ധങ്ങളൊക്കെ പോട്ടെ, ഇനി മുതൽ ഞങ്ങൾ പുതിയ ആളുകളാണ്, ഇനി ഞങ്ങൾ ആയുധമെടുത്ത് പോരാടുന്നില്ല, ഇറാന്റെ സഹായവും ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് നേരത്തെ പലതവണ ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് തീവ്രവാദ സംഘടനകളെ സഹായിക്കരുത് എന്ന്. ഇനി അങ്ങോട്ട് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും എന്ന സൂചന പോലും ട്രംപ് നൽകിയിരുന്നു. പറയുന്നത് ട്രംപ് ആയിരുന്നത് കൊണ്ട് കൃത്യമായി അത് നടത്തിയിരിക്കും എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഹൂത്തി മുതലോട് നിരന്തരമായി ഇനി നിങ്ങൾ ആക്രമണം നടത്തരുത് എന്ന് കയ്യും കാലും പിടിച്ച് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും അവർ അവകാശപ്പെട്ടിരുന്നത് ചെങ്കടലിലുള്ള അമേരിക്കയുടെ ഹാരിസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള പടുകൂറ്റൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ്. പക്ഷേ ഇത് വെറും തള്ളു മാത്രമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാഖിലെ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവർ അതിൻ്റെ ഭീഷണി മനസ്സിലാക്കി, അതല്ലെങ്കിൽ അതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കി പതുക്കെ പിന്മാറുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ച് അവർ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.